ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ആദ്യം. നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്ത. ദീർഘനാളായി ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നു. നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച നടനാണ്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പിൽ ജനിച്ച ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിലെത്തിച്ചു. സംവിധായകനും പിന്നണി ഗായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ്. 200-ലധികം ചിത്രങ്ങളിൽ ശ്രീനിവാസൻ്റെ സാന്നിധ്യം മലയാളികൾ കണ്ടു. സംവിധാനം ചെയ്ത എണ്ണം പറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഇപ്പോഴും കാലാനുവൃത്തിയായ നിരവധി സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയായി ശ്രീനിവാസൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ എന്നും ഏറെ ഇഷ്ടത്തോടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ദീർഘനാളായി നമുക്കറിയാം അസുഖബാധിതനായിരുന്നു. നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില ശാരീരികമായ തളർച്ചകളും മറ്റും വന്ന് സംസാരിക്കാൻ പറ്റാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പതിയെ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നുള്ളത് ശ്രീനിവാസൻ മരിച്ചു എന്നുള്ളതാണ്, അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തയായി ഇപ്പോൾ നൽകാനുള്ളത്. ഏതായാലും കൊച്ചിയിൽ ആശുപത്രിയിലാണോ അതോ വീട്ടിലാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം, ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടുപോകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നമുക്കറിയാം ശ്രീനിവാസൻ എന്ന നടൻ മലയാളികൾ അത്രത്തോളം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സിനിമാ ജീവിതത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളത്. അത്രയധികം ഇഷ്ടപ്പെട്ട, അത്രയധികം മലയാളികളെ ഒരുപാട് ചിന്തിപ്പിച്ച സിനിമകളുടെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ ഏറെ എന്നും ഓർത്തിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ശ്രീനിവാസൻ്റെ തിരക്കഥകളൊക്കെ ഏറെ മലയാളികൾ ചേർത്ത് വെച്ച നാടോടിക്കാറ്റ്, സന്ദേശം, പട്ടണപ്രവേശം, വടക്ക് നോക്കിയന്ത്രം, വരവേൽപ്പ്, മിഥുനം, മഴയത്തും മുൻപേ, അഴകിയ രാവണൻ, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളികളോട് ചേർന്ന് നിന്ന, മലയാളികൾ എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ കൂടിയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകൾ 1987 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, നാടോടിക്കാറ്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ സത്യനന്ദിക്കാട് സിനിമ, ഞാൻ പ്രകാശൻ വരെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഉദയനാണ് താരമൊക്കെ ബോക്സ് ഓഫീസിനെ വലിയ തോതിൽ ചലിപ്പിച്ച സിനിമകളാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെയുള്ള കോമഡിക്ക് പ്രാധാന്യമുള്ള, സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെയുള്ള മലയാളത്തിലെ ആനുകാലികമായ നിരവധി വിഷയങ്ങൾ പ്രതിപാദിച്ചുള്ള തിരക്കഥകൾ. തലയണമന്ത്രം എന്ന് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ഏറെ പ്രധാനപ്പെട്ട, ഏറെ നിരൂപക ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. വടക്ക് നോക്കിയന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം ചെയ്ത സിനിമകളിൽ ഒന്ന്. വടക്ക് നോക്കിയന്ത്രമൊക്കെ ഏറെ മനുഷ്യനെ സിനിമയിൽ മാത്രമല്ല ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹം ചെയ്ത സിനിമകളാണ്. 2 സിനിമകൾ സംവിധാനം ചെയ്തു. വടക്ക് നോക്കിയന്ത്രം 1989-ലും ചിന്താവിഷ്ടയായ ശ്യാമള 1998-ലുമാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സന്ദേശത്തിനും മഴയത്തും മുൻപേക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് വടക്ക് നോക്കിയന്ത്രത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ച പശ്ചാത്തലമുണ്ട്. സംവിധാനം ചെയ്ത സിനിമയാണ്. ദേശീയ അവാർഡ് ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് സോഷ്യൽ ഇഷ്യൂസിനെ അതുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും മലയാളി മനസ്സുകളോട് ചേർന്ന് നിന്ന സംവിധായകൻ കൂടിയാണ് ശ്രീനിവാസൻ, തിരക്കഥാകൃത്ത് കൂടിയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. ആനുകാലികമായ വിഷയങ്ങൾ നർമ്മപ്രധാനമായി ഏറെ പ്രാധാന്യത്തോടു കൂടി ജനത്തിന് ഇഷ്ടപ്പെടും വിധം ശ്രീനിവാസൻ എഴുതി ചേർത്തു. അങ്ങനെ അപ്രവാളികളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കലാകാരനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളിലും അദ്ദേഹം നർമ്മം കലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം ജനത്തെ ചിന്തിപ്പിച്ചിരുന്നു. അങ്ങനെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളോടും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന, എല്ലാ താരങ്ങളുടെയും സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീനിവാസനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ
പട്ടികയുണ്ട്. അദ്ദേഹം ചിത്രങ്ങളുടെ ചിത്രങ്ങളുടെ ഒരു വലിയ പട്ടികയുണ്ട്. പാവം പാവം രാജകുമാരൻ, വിദ്യാരംഭം, സന്ദേശം, ചമ്പക്കുളം തച്ചൻ, ഗോളാന്തര വാർത്ത, അക്കരെ അക്കരെ അക്കരെ, കൺകെട്ട്, മൈ ഡിയർ മുത്തച്ഛൻ, മിഥുനം, ശിപായി ലഹള, അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ അനവധി ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ താരങ്ങളുടെ കൂട്ടത്തിലുള്ള, സംവിധായകരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രം ഒക്കെ ഒരുപാട് എന്താണ് മലയാളികളോട് ചേർന്ന് നിന്നിരുന്ന എന്ന് തന്നെ വേണം പറയാൻ. ഏറ്റവും പ്രശസ്തനായിരിക്കുമ്പോഴും എപ്പോഴും സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരാണ്. സജിത്ത്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയിൽ നിന്ന് അടച്ചു നിർത്താൻ പറ്റാത്ത ഒരു നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ പ്രതിഭ ആവോളം തെളിയിച്ച 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിലുടനീളം മലയാളികളെ കുടുകുട ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച സംവിധായകൻ എന്ന്, തിരക്കഥാകൃത്ത് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ അന്ത്യം ദീർഘനാളായി നമുക്കറിയാം. അദ്ദേഹം ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നു. അന്ത്യം വളരെ പെട്ടെന്നായിരുന്നു. അതോ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായിരുന്നോ? രഞ്ജിത്ത്, ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ശ്രീനിവാസിൻ്റെ വിയോഗം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ടും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിടകളിൽ വന്ന ദൃശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യങ്ങളുമൊക്കെ അറിയാം. എത്ര കണ്ട് മോശമായ ആരോഗ്യ അവസ്ഥകളിലൂടെയായിരുന്നു ശ്രീനിവാസൻ കടന്നു പോയിരുന്നത് എന്ന കാര്യം മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം നടന്നതാണ്. ഇപ്പോൾ കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ കാമ്പുള്ള ഇടപെടലുകളെ ഏത് രീതിയിൽ അനുസ്മരിക്കണമെന്നതായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം. കാരണം നടൻ എന്ന രീതിയിലും, തിരക്കഥാകൃത്ത് എന്ന രീതിയിലും, സംവിധായകൻ എന്ന രീതിയിലും, ഒരു മികച്ച സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിലുമുള്ള ശ്രീനിവാസിൻ്റെ ഇടപെടലുകൾ അത് ലോകം ദർശിച്ചതാണ്, മലയാളം ദർശിച്ചതാണ്, പല ഘട്ടങ്ങളിലായി വിലയിരുത്തപ്പെട്ടതാണ്. എല്ലാ കാലത്തും എക്കാലവും സ്വീകരിക്കപ്പെടുന്ന, വിലയിരുത്തപ്പെടുന്ന, ചിന്തിക്കപ്പെടുന്ന കഥാപാത്രങ്ങളും പ്രമേയങ്ങളുമാണ് ശ്രീനിവാസൻ മലയാളത്തിന് സമ്മാനിച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത് കാലാതിവർത്തിയാണ്, കാലത്തിനും അപ്പുറം സഞ്ചരിക്കുന്നതാണ്. സന്ദേശം എന്ന സിനിമ പങ്കുവെച്ച രാഷ്ട്രീയ സന്ദേശം, അത് മുന്നോട്ട് വയ്ക്കുന്ന ഹാസ്യവും സന്ദേശങ്ങളുമൊക്കെ എത്ര വലുതാണ് എന്നത് കാലത്തിനിപ്പുറവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ്. കാലിക പ്രസക്തി അങ്ങേയറ്റമുള്ള സിനിമയാണത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. വിമർശകർ ഏറെയുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ, സിനിമകളുടെ പ്രമേയം അത് ചെന്ന് തൊടുന്നത് അത്തരം ആളുകളെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിമർശനങ്ങൾ ആ തരത്തിലുണ്ടാകുന്നതും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രീനിവാസൻ എന്ന സിനിമാ പ്രവർത്തകൻ, അങ്ങനെ നമുക്ക് വിളിക്കാം, സിനിമാ പ്രവർത്തകൻ എല്ലാ അർത്ഥത്തിലും, കാരണം നടനായും തിരക്കഥാകൃത്തായും ഒപ്പം തന്നെ സംവിധായകനുമായുമൊക്കെയുള്ള ശ്രീനിവാസൻ്റെ സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ഒരുപക്ഷെ വാക്കുകൾ പോരാതെ വരും എന്നതാണ് സാഹചര്യം. അത്ര അധികം ഇടപെടൽ നടത്തിയതാണ്. വലിയ സിനിമാ മോഹങ്ങളുമായി ചെന്നൈയിൽ